പ്രിയമുള്ള ശ്രോതാക്കൾക്ക് നമസ്കാരം. ജൂൺ 19 വെള്ളി. മതസംബന്ധിയായ ആഘോഷങ്ങളെക്കാൾ കേരളത്തിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ആഘോഷമാണ് വായന ദിനാഘോഷവും വായന വാരാഘോഷവും. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 കേരള സർക്കാർ 1996 മുതൽ വായന ദിനമായി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ വായന ദിനവും വായനവാരവും പടർന്നു പന്തലിച്ച് കേരളത്തിലെ പ്രധാന ഉത്സവമാകാൻ കാരണം നമ്മുടെ സംസ്കാരത്തിൻ്റെ സവിശേഷ സ്വഭാവമാണ്. മലയാളിയുടെ അക്ഷര ജീൻ. അക്ഷരസ്നേഹികളായ മലയാളികൾക്ക് എഴുത്തും വായനയും അത്രമേൽ പ്രിയങ്കരമാണ്. അക്ഷരത്തോടുള്ള പ്രിയത്വം അപരസ്നേഹത്തിൻ്റെ മാർഗരേഖയുമാണ്. മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് കടക്കാനുള്ള സുവർണ പാതയാണ് അക്ഷരവും ഭാഷയും. ഭാഷയുടെ ഉദാത്ത രൂപമായ സാഹിത്യവും എല്ലാം. അത്യന്തം സാഹിത്യപ്രധാനമായ സംസ്കാരമാണല്ലോ നമ്മുടേത്. ഒരു സാഹിത്യ ഗ്രന്ഥത്തെ സ്നേഹാദരങ്ങളോട് വായിക്കാൻ ഒരു മാസം തന്നെ മാറ്റിവെച്ച നാട് കേരളമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. KP രാമനുണ്ണി എഴുതുന്നു. ശബ്ദം നൽകുന്നത് യശോധരൻ പെരുനാട്. എല്ലാവരോടും അടുപ്പും ആനുകൂല്യവും കാണിക്കുന്നവരെ നാട്ടാരുടെ അമ്മയായി എന്ന് എൻ്റെ മലപ്പുറം ജില്ലയിൽ പറയാറുണ്ട്. ലോകം പലതരം നാട്ടുകാരുടെ കൂട്ടായ്മയാണെങ്കിൽ സർവരുടെയും അമ്മായിയാണ് മലയാളി. അവർ കയറി ചൊല്ലാത്ത നാടുകളില്ല, അവർ പഠിക്കാത്ത ഭാഷകളില്ല, അവർക്ക് താല്പര്യമില്ലാത്ത മറു നാടുകളുമില്ല. അതുകൊണ്ട് വായന ദിനത്തിന് കേരളത്തിൽ ലഭിച്ച പ്രചുര പ്രചാരത്തിന് പിന്നിൽ പണിക്കർ സാറിനോടുള്ള സ്നേഹത്തിലുപരി നാടിൻ്റെ പാരമ്പര്യത്തിലെ അക്ഷര ജീൻ്റെ പ്രവർത്തനമുണ്ട്. വായന വളർത്തിയ മനുഷ്യകുലം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയുമെന്ന കുഞ്ഞുണ്ണി സൂക്തത്തിന് ചരിത്രത്തിനപ്പുറം നരവംശാസ്ത്രമണ്ഡലം വരെ പ്രസക്തിയുണ്ട്. മനുഷ്യരാക്കിയത് അവരുടെ മസ്തിഷ്കത്തിലെ ഭാഷേന്ദ്രിയത്തിൻ്റെ വളർച്ചയാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതോടെ ചിഹ്നങ്ങളിലും ആംഗ്യങ്ങളിലും തുടങ്ങി സംസാരശേഷി വികസിക്കുന്നു. അലങ്കാര സാമഗ്രികളിൽ കമ്പം ജനിക്കുന്നു. ഓർക്കണം, സൗന്ദര്യബോധം വളർന്നത് ഭാഷയ്ക്കൊപ്പമാണ്. 33,000 വർഷം മുമ്പത്തെ ഗുഹാചിത്രങ്ങളിലാണ് ആദ്യാക്ഷരത്തിൻ്റെ ആരംഭം. എന്നാൽ ശരിയായ എഴുത്തും വായനയും തുടങ്ങിയിട്ട് കേവലം 5000 വർഷമേ ആയിട്ടുള്ളൂ. പിന്നെയായിരുന്നു മനുഷ്യകുലത്തിൻ്റെ സാംസ്കാരികവും ധൈഷണികവുമായ മഹാവിസ്ഫോടനങ്ങളെല്ലാം തന്നെ. അബോധത്തിൽ ഈ അനുഭവം കിടക്കുന്നതിനാലാകാം മതങ്ങളും എഴുത്തിനും വായനയ്ക്കും വിദ്യയ്ക്കും പരമപ്രധാനം നൽകിയിട്ടുള്ളത്. നിന്നെ സൃഷ്ടിച്ച നാഥൻ്റെ പേരിൽ വായിക്കുക എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ തൻ്റെ ആദ്യ പ്രബോധനം. പഠനത്തിലൂടെയും ആത്മവിദ്യയിലൂടെയുമുള്ള വളർച്ചയാണ് ഹിന്ദുയിസം ഉയർത്തിപ്പിടിക്കുന്നത്. ഉപനിഷത്ത് ഉപദേശങ്ങളുടെ കേന്ദ്രസ്ഥാനത്താണ് സ്വാധ്യായമുള്ളത്. ക്രിസ്ത്യാനിറ്റിയുടെ പ്രമുഖ സുവിശേഷം തന്നെ ആദിയിൽ വചനം ഉണ്ടായി എന്നാണ്. മനുഷ്യപ്രജ്ഞ തന്നെ സൃഷ്ടിക്കപ്പെട്ടത് വാക്കിലൂടെയാണ്, വചനത്തിലൂടെയാണ്, വായനയിലൂടെയാണ്. വിനാശങ്ങളെ നേരിടാൻ വരും കാലങ്ങളിൽ വായനയുടെ പ്രാധാന്യം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭാവിയിൽ ആധുനിക ടെക്നോളജി വരുത്തുന്ന പ്രധാന വിനാശങ്ങൾ അറ്റൻഷൻ ക്രൈസിസ്, ഡിജിറ്റൽ മീഡിയയുടെ നോട്ടിഫിക്കേഷൻസും റീലുകളും അൽഗോരിതങ്ങളും നടത്തുന്ന മാനസിക ഇടപെടലുകൾ, അതിൻ്റെ അഡീഷനുകൾ തുടങ്ങിയവയാവും. അറ്റൻഷൻ സ്പാനിലെ കുറവ് സംതൃപ്തി എന്നൊരു വികാരത്തെ ഇല്ലാതാക്കുമത്രേ. ശ്രദ്ധാശേഷി വളർത്താനും സോഷ്യൽ മീഡിയ അഡിക്ഷനും മനസ്സിൻ്റെ സന്തോഷത്തിനുമായി നാളെ മനുഷ്യകുലത്തിന് ആശ്രയിക്കാവുന്ന മികച്ച മാർഗം വായനയുടേതായിരിക്കും. ഈ കാര്യം ശാസ്ത്രജ്ഞരും ബുദ്ധിജീവികളും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. നീഡ് ദ വേൾഡ് ത്രൂ ലിറ്ററേച്ചർ. ലോകത്തെ സാഹിത്യത്താൽ തുന്നിച്ചേർക്കുക എന്നതായിരുന്നു തുഞ്ചൻ സ്മാരകത്തിൽ വെച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി നടത്തിയ ദേശീയ സെമിനാറിന് തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം. മനുഷ്യവിരുദ്ധമായ വർഗീയതയ്ക്കും വംശീയതയ്ക്കും ജാതി
വിവേചനത്തിനും കേരളത്തിൽ വല്ലാതെ വേരൂന്നാൻ സാധിക്കാത്തത് നമ്മുടെ സാഹിത്യ വായന കൊണ്ടും സാഹിത്യപ്രധാനമായ സംസ്കാരം കൊണ്ടുമാണ്. ജാതിമത വർണ്ണങ്ങളുടെ പേരിൽ ശിഥിലീകൃതമായ സമൂഹത്തെ ഐക്യപ്പെടുത്താനുള്ള ആഹ്വാനം കേരളീയ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സർവാത്മന ഉണ്ടാകണം. ആ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി കൂടിയാവണം വായനയുടെ വസന്തങ്ങൾ വളർത്താൻ കേരളം ശ്രമിക്കേണ്ടത്. 1995 തന്നെ യുനെസ്കോ ഏപ്രിൽ 23 വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ്സ് ഡേ ആയി പ്രഖ്യാപിച്ച് വായനയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു. പക്ഷേ 1996 ജൂൺ 19 പ്രത്യേക വായന ദിനമായി അംഗീകരിച്ച നമ്മളായിരിക്കും ലോകത്തിന്ന് ഇത്ര വിപുലമായി വായന ആഘോഷിക്കുന്ന നാട്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ യുനെസ്കോ പ്രഖ്യാപിച്ചതും വെറുതെയൊന്നുമല്ല. പുതുതലമുറ ആഘോഷമാക്കണം. വായനയെ വിശേഷിച്ചും ആഘോഷിക്കേണ്ടത് പുതുതലമുറയാണ്. വായനയെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നത് അവരുടെ കാലത്തിൻ്റെ പൊതുദൂഷ്യങ്ങളാണല്ലോ. വായന ഗുണങ്ങളെ പുഷ്ടിപ്പെടുത്തുക എന്നതിനർത്ഥം അവയെ പരിക്ഷീണമാക്കുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുക എന്നത് കൂടിയാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ വായിക്കാം: വായന ഒരു പ്രതിരോധ പ്രവർത്തനം ആണ്. വൃത്തികെട്ട റീലുകൾക്കും ദുഷിച്ച യൂട്യൂബ് ചാനലുകൾക്കും എതിരായി രംഗത്ത് വരേണ്ടത് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമാണ്. അവർ ഇത്തരം പ്രലോഭനങ്ങൾക്ക് വശംവദരാകരുത്. മുതിർന്നവർ അതിലകപ്പെടുന്നത് തടയാനും നിങ്ങൾ ശ്രമിക്കണം. പരദൂഷണവും തെമ്മാടിത്തരവും ആഭാസത്തരവും പ്രചരിപ്പിക്കുന്ന യൂട്യൂബേഴ്സിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണുള്ളത്. ഇത്തരക്കാരോട് സ്നേഹമോ ആദരവോ ഉണ്ടായിട്ടല്ല, മേൽപ്പറഞ്ഞ വൈറലാകൽ. റേഷൻ ഷാപ്പിൽ നല്ല അരിക്കൊപ്പം കഞ്ചാവ് കൊടുത്താൽ കഞ്ചാവിന് കൂടുതൽ വിൽപ്പന ഉണ്ടാകും എന്നതുപോലെ ചീത്തത്തരങ്ങൾ അറിയാനുള്ള ജനത്തിൻ്റെ ദുർവാസനയാണ് അതിന് കാരണം. വായനവാരത്തിൻ്റെ ഭാഗമായി ഇന്ന് പുതുതലമുറ നടത്തേണ്ട പുതിയ പ്രവർത്തനം തിന്മയുടെ പ്രചാരകരായ യൂട്യൂബേഴ്സിനെ നിയമപരമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും നേരിടുക എന്നത് കൂടിയാണ്. വായന ഒരു പ്രതിരോധ പ്രവർത്തനം. ലേഖനം KP രാമനുണ്ണി, ശബ്ദം യശോധരൻ പെരുന്നാട്.